ഫോർ യൂണിറ്റി, ഐക്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഇതെല്ലാം കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. കുടുംബങ്ങളിലെ ഐക്യതയാണ്, കുടുംബത്തിൻ്റെ യോജിപ്പിനാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് പ്രാർത്ഥിച്ചില്ലേ കുടുംബത്തിൽ ഐക്യതയില്ല. അപ്പനമ്മമാർ തമ്മിലില്ല, മക്കളും അപ്പനും തമ്മിലില്ല, ഭാര്യയും ഭർത്താവും തമ്മിലൊട്ടുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു തലമുറകളിൽ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് മാറിയേച്ച് ബേസിക് ഫൗണ്ടേഷൻ മാറിപ്പോകുന്നത് കൊണ്ടാണ് നിർബന്ധമായിട്ടും കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഐക്യത്തെക്കുറിച്ച് പറയാനായത്. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. അതായത് ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്. ഒരപ്പൻ മക്കളെ യൂണിറ്റി പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ കയ്യിലെല്ലാം ഓരോ ബണ്ടിൽ ഓഫ്, അതായത് ഓരോ ബണ്ടിൽ ഓഫ് വിറക് അല്ലെങ്കിൽ കമ്പ് കഷ്ണങ്ങൾ ഒന്നിച്ച് കെട്ടിയിട്ട് കൊടുത്തു. എന്നിട്ട് ഓരോ വ്യക്തികളിലും ഓരോ കമ്പും കൂടെ കൊടുത്തു. ഒരു കമ്പ് ഓടിക്കാൻ പറയുമ്പം അവർക്ക് 3 പേർക്കും അത് എളുപ്പം ഓടിക്കാൻ സാധിച്ചു. എന്നാൽ ഒന്നിച്ച് കെട്ടിവെച്ചിരിക്കുന്ന കമ്പുകൾ ഓടിക്കാൻ പറയുമ്പം അവർക്ക് ആർക്കും ഓടിക്കാൻ സാധിച്ചില്ല. സിമ്പിൾ, വെരി സിമ്പിൾ ട്രൂത്ത് ഇല്ലേ? അത് അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് നിൽക്കുന്ന ഭവനങ്ങളിൽ പിശാച് കയറാനൊക്കത്തില്ല. യൂണിറ്റി. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഒരു പ്രാർത്ഥനാ കുടുംബത്തിൽ ഒരാളെ പ്രാർത്ഥനയ്ക്കകത്തൊന്ന് വലിച്ചു മാറ്റും പിശാച്. പലപ്പോഴും ഭാര്യമാർ പറയും, അയ്യോ ഭർത്താവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നില്ല, നമ്മളായിരിക്കും സാരമില്ലെന്ന്. പക്ഷേ ക്രമേണ അത് ചോർന്നു പോവുകയാണ്. ക്രമേണ നമ്മുടെ മക്കൾ പള്ളി വന്നവരെ പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ചർച്ചിൽ നിന്നോ സഭകളിൽ നിന്നോ മാറ്റി നിർത്തുക. അപ്പോൾ അവർ കണ്ട വിശ്വാസം ഏതാണ്ട് വലുതാണെന്നും പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് അവിടെ ഒരു വിള്ളൽ വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിള്ളൽ വരുത്താതെ ഈ സ്നേഹത്തിൻ്റെ ദൃഢമായിട്ടുള്ള ഈ പാറയ്ക്കകത്ത് എങ്ങനെ നമുക്കളെ നിർത്താൻ ഒക്കുമെന്ന് ചോദിച്ചാൽ നിർത്താൻ ഒക്കും. അതുകൊണ്ടാണല്ലോ ദൈവം പറയുന്നത് പ്രാർത്ഥിക്കണമെന്ന്. യൂണിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇതൊന്നും ഇപ്പോൾ സ്വതവേ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഫലങ്ങൾ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്നേഹം. ഫലം ഒരിക്കലും നമ്മൾ വഴക്കുണ്ടാക്കി അടിച്ചു തല്ലി ഉണ്ടാക്കുകയല്ല. ഫലം ആ വൃക്ഷത്തിൻ്റെ ഗുണമനുസരിച്ച് ആ വേരുറച്ചതാണെങ്കിൽ അതിലുണ്ടാകുന്ന ഫലം നല്ലതായിരിക്കും. സ്ഥലം നല്ലതായിരിക്കണം, പരിസരം നല്ല. അപ്പോൾ ഒരു കുടുംബം എത്രമാത്രം വേലി കെട്ടി, അതായത് കുടുംബത്തിൻ്റെ യൂണിറ്റി എന്ന് പറയുമ്പം മുകളിൽ നിന്ന് ഇത് ഒഴുകുന്ന ഒരു നദി, ഈ നദിയുടെ അടിയിലാണ് നമ്മുടെ മക്കൾ നിൽക്കുന്നത്. ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലാണ് കുഞ്ഞുങ്ങൾ നിൽക്കുന്നതെങ്കിൽ ശത്രുവിന് കയറാനൊക്കത്തില്ല എന്ന് ദൈവത്തോട് പറയാനായി പറയുന്നത്. മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന്. അപ്പം ദൈവസ്നേഹം താഴോട്ട് നദി പോലെ ഒഴുകുമ്പം നമ്മൾ നമ്മുടെ കുടുംബത്തെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിൽ സൂക്ഷിച്ചു വെക്കുന്നു എങ്കിൽ ഒരു പിശാചിന് തൊടാനൊക്കത്തില്ല. ഡിവിഷൻ എവിടെ വരുന്നോ അവിടെ കലഹം വരികയാണ്. എവിടെയാണ് ഡിവിഷൻ ആദ്യം ഉണ്ടായത്? നമ്മൾ ബാബേൽ ടവറിൽ വെച്ച് ആ മനുഷ്യനെ ഉണ്ടാക്കിയ ആദ്യകാലത്താണ് ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്നത്. ബാബേൽ ടവർ എന്ന് പറയുന്നത് ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചേച്ച് പറയുന്നു, ഗോ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രൊഡ്യൂസ്, മൾട്ടിപ്ലൈ. അതായത് സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമിയെ മുഴുവനും അടക്കി ഭരിക്കാനാണ് നമ്മളെ സൃഷ്ടിച്ച് വെച്ചത്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ദൈവത്തെ മറന്ന് ദൈവത്തിനെക്കാട്ടിലും ഉന്നത പദവിയിൽ സ്വർഗത്തിലെത്താൻ തക്കവണ്ണം ഒരു ബാബേൽ ടവർ ഉണ്ടാക്കാൻ, മഹദിയാം ബാബിലോൺ ഉണ്ടാക്കാൻ, ബാബിലോണി അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി ആലയം പണിയാൻ തുടങ്ങി. ആലയെന്ന് പറഞ്ഞാൽ ഒരു സ്തൂപം പോലെയാണ്, അത് മുകളിലോട്ട് പണിയുക. അങ്ങനെ ഇരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം വന്ന് നോക്കുന്നു. അപ്പോൾ ദൈവം തന്നെ പറയുന്നു, മനുഷ്യൻ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും. അങ്ങനെ എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പം ദൈവം അവരുടെ ഭാഷയെ കലക്കി. ഭാഷ എന്തിനാണ് കലക്കിയത്? ഇവർക്കിത് നേടിക്കഴിഞ്ഞാൽ അവർ ജഡത്തിൽ അന്യോന്യം കുത്തിക്കൊല്ലും. എപ്പോഴെങ്കിലും ദൈവമില്ലാതെ പണവും സൗകര്യവും പ്രതാപവും ഉണ്ടാകട്ടെ, മനുഷ്യനെ അവർ കുത്തിക്കൊന്നുകളെ. അപ്പം നമ്മൾ നശിപ്പിക്കാൻ കുറച്ച് സൗകര്യങ്ങൾ ദൈവമില്ലാതെ തന്നാൽ മതി. അവർക്കെല്ലാം നമ്മൾ കാണുന്ന പോലെ അല്ല ലോകം. അഹങ്കാരം കയറി വരും, ഞാനെന്ന ഭാവം കയറി വരും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അടിയായി, പിന്നെ കൊലയായി,
പിന്നെ ജീവിതം നശിപ്പിക്കും. അതിന് പകരം പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വന്ന് ദൈവസ്നേഹത്തെ ആഗ്രഹിക്കണം, ഐക്യത ചോദിച്ച് വാങ്ങിക്കണം. ഐക്യത എന്ന് പറയുന്നത് ഏക മനസ്സോടെ ചിന്തിക്കണമെങ്കിൽ ബാബേൽ ടവറിലുണ്ടായ ശാപം ഭാഷ കലക്കി മനുഷ്യൻ പലതരത്തിൽ ഒരു കാര്യം പറഞ്ഞാലും പലതരത്തിൽ ചിന്തിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിൽ നമ്മളൊരു കാര്യം പറയും, അവരൊരു കാര്യം പറയും. അവർ ചോദിക്കുന്ന ഒന്നത് നമ്മൾ ഉത്തരം പറയുന്ന വേദം. ടിപ്പിക്കൽ എക്സാമ്പിൾ, ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് ഈ IMAയുടെ മെഡിക്കൽ മീറ്റിങ്ങിന് പോകാനായിട്ട് ഡ്രസ്സ് ചെയ്യാമെന്ന് ഞാനങ്ങ് വിചാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇട്ടിരിക്കുന്ന ടോപ്പ് അത് കൊള്ളത്തില്ല, ആ ഷർട്ട് അത് ആ ബനിയൻ കൊള്ളത്തില്ല, എന്തിനാ അതിപ്പോൾ ഇടുന്നത്? അപ്പോൾ ഡോക്ടർ എന്നെ തുറിച്ച് നോക്കി വെച്ച്, ഡോക്ടർ അതങ്ങ് മാറ്റി, എന്താ കൊള്ളാൻ പറഞ്ഞു, അത് വേണ്ട, എന്നാൽ പിന്നെ അതങ്ങ് മാറി ആർക്കെങ്കിലും കൊടുത്തേക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാൻറ്റ് മാറുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മാറാത്ത ഇവിടെ തന്നെ? അപ്പോൾ പറഞ്ഞു, മീറ്റിംഗ് 7:45 ഉള്ളൂ, ഞാൻ 6 മണിക്കായി ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് IMA മീറ്റിങ്ങിന് പോകാൻ, ഡോക്ടർ പെരുമാറുന്നത് വീട്ടിലിരിക്കാൻ. രണ്ടുപേരും ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നാന്നേലും പറഞ്ഞു, അത് കൊള്ളത്തില്ല, അത് മാറണമെന്ന് പറഞ്ഞാൽ നീ ആരാ പറയുന്നതെന്ന് പറഞ്ഞ് മാറിയില്ല, പ്രശ്നമായി മാറി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചു മീറ്റിങ്ങിന് പോകുന്നതിന് ഇപ്പോഴേ ഡ്രസ്സ് ചെയ്തതാണ്. അപ്പോൾ ഇത് പഴയ കാലത്താണ്. ഇത് മതി ചെറിയതായിട്ട് അഭിപ്രായ വ്യത്യാസം, വഴക്ക്. ഞാനിടുന്നു നോക്കി ഇഷ്ടപ്പെടുത്തില്ല, അല്ല ഞാൻ പറഞ്ഞത് മാറിയില്ല. ഇതിൽ നമ്മളോട് ഭർത്താക്കന്മാർ പറയത്തില്ലേ, ആ സാരി വേണ്ട, അതിൻ്റെ പേരിൽ എത്ര പേര് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കാര്യത്തിൽ പോലും ഡിസ്യൂണിറ്റി വരുന്നതിന് കാരണം എൻ്റെ നന്മയ്ക്കാണ് അവർ ചെയ്യുന്നത് എന്നുള്ള ചിന്ത വരുന്നില്ല എങ്കിൽ കലക്കമായി മാറും. ഏത് പ്രശ്നത്തിലും അവരെൻ്റെ നന്മ, ഇതൊക്കെ ദൈവമുള്ളവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ കേട്ടോ, ദൈവം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനെന്ന ചിന്ത, സ്വാർത്ഥമായ ചിന്ത, അതായത് അഹത്തിനെ ഹനിച്ചിട്ട് ദൈവത്വത്തിലേക്ക് കയറണമെങ്കിൽ ഒരൊറ്റ മൂല്യമായിട്ട് ദൈവം തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവുള്ളതിന് അതാണ് പിതാപുത്ര പരിശുദ്ധാത്മാ തൃത്വം ഒന്നിച്ച് നിൽക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലുള്ള ഒരേ ആത്മാവാകിയാൽ അവർക്ക് അഭിപ്രായ ആത്മാവൊന്നും ഇവിടെയാണ്. പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ചേരുമ്പോൾ രണ്ടല്ല, അവരൊന്നെന്ന്, ഒരു പുരുഷനും ഒരു സ്ത്രീയും രണ്ടുപേരും ഒന്നിച്ച് ചേരുമ്പോൾ ഒന്നാകുന്നു എന്ന് പറയുമ്പം ആത്മാവ് ഒന്നായിട്ട് കാണുന്നുവെങ്കിൽ ആ വീട്ടിൽ കലഹം വരത്തില്ല. അവരൊന്നിച്ച് തന്നെ നിൽക്കണം. പക്ഷെ ദൈവം ഇല്ലെങ്കിൽ അത് നിൽക്കാനൊക്കത്തില്ല. എത്രമാത്രം നമ്മൾ കണ്ണടച്ച് കാണുന്നത് കാണാത്തതുപോലെ നമ്മൾ കണ്ടിട്ടില്ല എന്ന ബോധത്തോടുകൂടി സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ വീട്ടിലെത്രയോ സ്വർഗം, ഹേവൻ, ഒരു സ്വർഗമുണ്ടാക്കാൻ സാധിക്കും. ആരുടെയില്ല താക്കോൽ? സ്ത്രീകളിൽ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയും കഴിവുകളും ദൈവം ചെയ്യാൻ ഏൽപ്പിച്ച ചുമതലകളുമുണ്ട്. നമ്മൾ ചെയ്യേണ്ട ജോലി, ഇപ്പം ഞാൻ ഈ വചനം എടുക്കുന്നത് തന്നെ, ഈ വചനം എടുത്ത് എൻ്റെ എനിക്ക് ദൈവവും തന്ന ഒരു ജോലിയാണിത്. അതൊരു ജോലിയായിട്ട് കണ്ട് ബാക്കി എല്ലാം ബാക്കി മാറ്റി വെച്ചിട്ട് ഈ വചനം പറയുമ്പോൾ ഒന്നിച്ചാണ് പലതും റെക്കോർഡ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അതിന് 3-4 ദിവസം മുമ്പ് പിന്നെ നമ്മൾ കാര്യം ശ്രദ്ധിക്കൂല. വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ വേർഡ് ആൻഡ് ദ വേർഡ് ആൻഡ് ദ വേർഡ് ആൻഡ് ദ വേർഡ് അലോൺ. എന്നിട്ടാണ് നമ്മൾ ഈ വചനം പറയാനിരിക്കുന്നത്. അപ്പം പിന്നെ പൂർണ്ണമായിട്ടും നമ്മൾ സാച്ചുറേറ്റ് ചെയ്തിട്ടാണ് വചനം പറഞ്ഞു തരുന്നത്. ആ വചനം അനേക കുടുംബങ്ങൾക്ക് വെളിച്ചമായിട്ട് വന്നു വീഴണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിലാണ്. എന്തിനാണ് യൂണിറ്റി പറയുന്നത്? യൂണിറ്റി, അതായത് ദൈവത്തിന് ഏറ്റവും വലിയ 2 പ്രധാനമുള്ള കാര്യങ്ങൾ, 1 സ്നേഹം, 2 യൂണിറ്റി. സ്നേഹം ഇല്ല എങ്കിൽ യൂണിറ്റി വരത്തില്ല. എവിടെയാണ് സ്നേഹം? എവിടെയാണ് യൂണിറ്റി? വീടുകളിലില്ല, ഭാര്യ ഭർത്താക്കന്മാരില്ല, ചർച്ചുകളില്ല, സഭാ അധ്യക്ഷന്മാരിലില്ല. എവിടെയാണുള്ളത് യൂണിറ്റി? പിന്നെ നമ്മൾ തന്നെ എൻ്റെ ഓരോ പ്രയാസ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ആരെങ്കിലും ഒരാളും കൂടെ വന്നിരുന്നെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ എൻ്റെ അതേ സാഹചര്യത്തിൽ കൂടെ പോയിട്ടുള്ളവർക്കേ അത് പ്രയോജനമുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതേ സാഹചര്യത്തിൽ ജയിച്ച ഒരാളെ എന്നെ കൊണ്ടുതരും. അവിടെ യൂണിറ്റി വരും. കാരണം എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ മക്കളെപ്പോലെ കണ്ട് പ്രാർത്ഥിക്കാൻ ഒരാളെ കിട്ടിയോ ജയമെടുത്തു. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഐക്യതയോടെ ഒരാൾ പ്രാർത്ഥിച്ചോ ജയമെടുത്തു. അതുകൊണ്ടാണ് ഏക മനസ്സിനെ ചോദിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കൂട്ടുകാരുണ്ടെങ്കിൽ നല്ലത്. കൂട്ടുകാരില്ലെങ്കിൽ ദയവ് ചെയ്ത് വല്ലവരെയും വിളിച്ചു വരുത്താതെ ആത്മാവ് കൂട്ടുകാരനായിട്ട് വന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് പ്രയോജനമായിട്ട് തന്നെ മാറും. കാരണം
ആത്മാവിൻ്റെ തീഷ്ണത, ആത്മാവ് സാക്ഷിയായിട്ട് നിൽക്കുന്നു എന്നാണ് ദൈവം കാണിക്കുന്നത്. ആത്മാവ് സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ സാക്ഷ്യം പറയുന്നവർ മൂന്നുണ്ട്. രക്തം, ജലം, ആത്മാവ്. പിതാപുത്ര പരിശുദ്ധാത്മാവ് മൂന്നുള്ളതുപോലെ തന്നെ നമുക്ക് ദേഹം, ദേഹി, ആത്മാവ് മൂന്ന് തലമുള്ളതുപോലെ തന്നെ രക്തം, ജലം, ആത്മാവ് മൂന്ന് ഭരിക്കുന്നതിൽ ഒരാൾ ആത്മാവ് നിന്നിട്ട് നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്ത് പറയുമ്പോൾ സാക്ഷിയായിട്ട് പരിശുദ്ധാത്മാവ് നിൽക്കും, യേശു വക്കീലായിട്ട് നിൽക്കും, പിതാവാം ദൈവം ജഡ്ജായിട്ട് നിൽക്കും. പിന്നെ എൻ്റെ ഭവനത്തിൽ എന്നാ പ്രശ്നം പറയും? എൻ്റെ വീട്ടിൽ പരിഹരിക്കാൻ വയ്യാത്ത ഏത് പ്രശ്നമുള്ളത്? ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ കാണുക, പിതാവാം ദൈവം ജഡ്ജായിട്ടിരിക്കുന്നു, യേശു ക്രിസ്തു വക്കീലായിട്ട് നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് സാക്ഷിയായിട്ട് നിന്നിട്ട് നിങ്ങളുടെ കേസ് എടുക്കുന്നതായിട്ട് കാണും. ഏത് പക്ഷത്ത് നിൽക്കണം? യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കുകയും പരിശുദ്ധാത്മാവ് വന്നാൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് ഞാൻ ചെയ്തു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ചെയ്തു എന്ന് പറയൂല. പരിശുദ്ധാത്മാവ് എപ്പം വന്നാലും ദൈവത്തെയാണ്, യേശുവിനെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ് the depth of the planning God has done to make us one like him? അതായത് ഈ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി സാക്ഷി പറയാമെന്ന് പറയുമ്പോൾ അതൊരു വലിയ സത്യമല്ലേ. ഈ സർവ്വവ്യാപിയാകുന്ന പരിശുദ്ധാത്മാവ് ഞാൻ പുറത്ത് കാണിക്കുന്നതും അകത്ത് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും എൻ്റെ വീട്ടിൽ അടുക്കള ചെയ്യുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ്. എനിക്ക് വേണ്ടി സാക്ഷ്യം പറയേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതിന് പ്രയാസം തോന്നുമ്പോഴാണ് നമ്മൾ ഒരാളെ കൂട്ടിന് വിളിക്കും. കാരണം നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണാൻ അറിയത്തില്ലല്ലോ, കാണുന്നില്ലല്ലോ. അപ്പം പരിശുദ്ധാത്മാവിന് പകരം ദൈവം അതേ പ്രശ്നത്തിൽ കൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുതരും. അതായത് ഇപ്പോൾ കുടുംബത്തിൽ നമ്മൾ മക്കളുടെ വിവാഹത്തിന് ഡിവോഴ്സിലിരിക്കാന്ന് ചോദിക്കും. വേറെ ഒരു അമ്മ അതേ ഡിവോഴ്സ് പ്രോബ്ലം ഉള്ളവർ ഓടി വന്നിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന്. കാരണം അവരതിൽ കൂടെ പോയിട്ടുണ്ട്. രോഗങ്ങൾ, നമുക്ക് ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്, ക്യാൻസർ സൗഖ്യമായ ഒരാളെ ദൈവം നമുക്ക് കൊണ്ടുതരും, അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളത് തന്നെ വ്യക്തികൾ തമ്മിലിരുന്ന് പ്രാർത്ഥിക്കാൻ ബലം തരും. ഇതൊക്കെ ദൈവത്തിൻ്റെ വിശ്വസ്തത. ഐക്യത ചോദിച്ച് വാങ്ങിച്ചില്ല എങ്കിൽ കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കുന്ന ഐക്യതയൊന്നും ഐക്യതയല്ല. നമ്മൾ ഐക്യത കാണണമെങ്കിൽ സത്യത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിൽ കടന്നു വരണം. പലപ്പോഴും വിട്ടുവീഴ്ച മനോഭാവം. ഒരു ഭാര്യ പലപ്പോഴും ഭർത്താവിനെക്കാട്ടിലും മുമ്പിൽ നിൽക്കാതെ ചിലപ്പോഴൊക്കെ ഒരു പൊട്ട കളിക്കണം. ഭർത്താവിനെല്ലാം അറിയാം, എനിക്കറിയത്തില്ല. നമുക്കറിയാമെങ്കിലും മിണ്ടാതിരിക്കാനുള്ള കൃപയുണ്ട്. അതുപോലെ ഭർത്താക്കന്മാർ നമ്മുടെ ബലഹീനതയിൽ, ചില സ്ത്രീകളില്ലേ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയും പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ. അപ്പോൾ അവരുടെ ഭർത്താക്കന്മാരുടെ മുഖത്തോട് ഞാൻ നോക്കും, അവർക്കുണ്ടാകുന്ന ഒരു വെപ്രാളം, ഇവളിനി അടുത്ത എന്തോന്നാണ് പറയാൻ പോകുന്നതെന്ന്. വെരി ബി കെയർഫുൾ. സ്നേഹത്തിന് വീട്ടിൽ തിരിച്ച് ചെല്ലുമ്പോൾ ഐക്യത്തിൽ നിൽക്കാനുള്ള, അതല്ലാതൊന്നും ഞാൻ പറയത്തില്ല. ഒത്തിരി പറയുന്ന കാര്യമില്ല. വീട്ടിനകത്ത് മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ ഐക്യത വേണം. ഭാര്യ ഭർത്താക്കന്മാരിൽ ഐക്യത ഇട്ട് തരണം. അപ്പനും മക്കളിൽ ഐക്യത ഇട്ട് തരണം. എൻ്റെ ഭവനത്തിൽ കലക്കത്തിൻ്റെ ആത്മാ കയറത്തില്ല. മഹദിയാം ബാബിലോൺ വീണ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബാബേൽ ടവറിനെ ഉടച്ചു മാറ്റിയത് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തി വന്നപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത തന്നിരിക്കുന്നതിനാൽ എൻ്റെ ഭവനം ഇന്നു മുതൽ ദൈവത്തിൻ്റെ തോട്ടമായി മാറിയിരിക്കുന്നു. കാണുന്നില്ലേ? എൻ്റെ വചനം കേൾക്കുന്ന പല കുടുംബങ്ങളിലും ആത്മാവുകൊണ്ട് ഞാൻ കാണുന്നത് അവർക്ക് ഒരു സെക്ഷൻ മുഴുവനും മുല്ലപ്പൂ നിറച്ച് പൂത്ത് നിൽക്കുകയാണ്. ഇനി ഓരോ സെക്ഷൻ അതുപോലെ വൃത്തിയാക്കാനുണ്ട്. വൃത്തിയാക്കിയെടുക്കുക. വീട്ടിൽ സൗരഭ്യവാസന ഉണ്ടാകട്ടെ. ദൈവചൈതന്യം കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. പിച്ച ഐക്യതയുടെ ആത്മാവ്. ഒന്നാമത് നമ്മളിൽ തന്നെ ഐക്യം. ദേഹം, ദേഹി, ആത്മാവ്, പിതാപുത്ര പരിശുദ്ധാത്മാവിനോട് രക്തം, ജലം, ആത്മാവ്, ഇവർ മൂന്ന് പേരും ഒന്നിച്ചു ചേർന്ന് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം സ്നേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് എന്നിൽ നിറയ്ക്കണമേ. നമ്മൾ അകത്ത് തന്നെ ദേഹവും ദേഹി ആത്മാവ് വഴക്കുണ്ടാക്കുന്ന സ്വഭാവമുണ്ട് കർത്താവേ. ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉന്നത പദവിയിൽ നിന്നുകൊണ്ട് ആത്മാവ് എൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തി പരിശുദ്ധാത്മാവ് പറയുന്നത് ദേഹീതലത്തിൽ മനസ്സിലാക്കി ദേഹം അനുസരിക്കുന്ന ലെവലാക്കിയാൽ പ്രശ്നം തീർന്നു. അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ, ഒരാളൊരു പ്രശ്നം പറയുമ്പോൾ ഉടനെ തിരിച്ചുത്തരം പറയാതെ അല്പനേരം യേശുവിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്ത്, കർത്താവേ നീ ഇത് ഏറ്റെടുക്കണമേ എന്ന് പറയുമ്പോൾ അവിടുന്ന് അത് ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മൗനം കർത്താവിൻ്റെ പ്രവർത്തനത്തിനുള്ള സമയമാക്കി മാറ്റണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയാതെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറച്ചുകൊണ്ട് ഞങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിലേക്ക് നിൻ്റെ ശാശ്വതമായ സ്നേഹത്തിൻ്റെ നദി ഇന്ന് ഒഴുകണം.
കുടുംബം സൃഷ്ടിച്ച ദൈവമാണ് എങ്കിൽ ആ കുടുംബം നിലനിർത്താൻ അപ്പച്ചനറിയാം. കുടുംബം നശിപ്പിക്കാൻ വരുന്ന ശത്രു നിനക്ക് ശത്രുവാകിയാൽ ഞങ്ങൾക്കും ശത്രുവാണ്. അവനെ ഉന്മൂലനാശം ചെയ്യണം. അവൻ്റെ തല തെറിച്ചു പോകണം കർത്താവേ. ഈ ദാഗോൻ്റെ തല തെറിച്ചു പോയതുപോലെ ശത്രുവിൻ്റെ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നതായിട്ട്, ജെറീകോ മതിലുകൾ ഇടിഞ്ഞു പോകുന്നതായിട്ട്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന USSRൻ്റെ മതിലുകൾ ഇടിഞ്ഞു പോയതുപോലെ ബെർലിൻ വോള് രണ്ടായിട്ട് മാറി പിളർന്ന് പണിത് വെച്ചിരിക്കുന്നതിനെ ഒരു കാലത്ത് അത് ഇടിച്ചു കളഞ്ഞത് ഐക്യത്തിൻ്റെ ആത്മാവ് വിദ്വേഷത്തിൻ്റെ മതിലുകൾ ഇടിച്ചു കളഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകുന്ന ഭാഗങ്ങളാക്കി മാറ്റുന്നു. എവിടെയെല്ലാം പിശാച് കെട്ടിവെച്ചോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം സുനാമി പോലെ ഭവനങ്ങളിലേക്ക് കയറി വരുന്നതിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതേ അപ്പച്ച വരണ്ട് കിടന്ന സ്ഥലത്തേക്ക് വെള്ളം ഒഴുകുന്നതായിട്ട് കാണുന്ന അപ്പച്ച മരുഭൂമി ഇതാ ഉദ്യാനമാകുന്നു. ചിലരുടെ ഹൃദയങ്ങളിലൊക്കെ ഒരു തോട്ടം മുഴുവനും മുല്ലപ്പൂ പൂത്ത് നിൽക്കുന്നു, ചിലരിടത്ത് റോസപ്പൂ, ചിലയിടത്ത് ഫലഭൂയിഷ്ടമായിട്ടുള്ള വൃക്ഷങ്ങൾ. കുടുംബം സമൃദ്ധിയിലേക്കും സ്നേഹത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നിൻ്റെ ഏദൻ തോട്ടത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോയ അനുഭവം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കുവാൻ ഞങ്ങൾക്ക് ഐക്യത്തിൻ്റെ ആത്മാവിട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലമുറകളിലേക്ക് ഈ ഐക്യത്തിൻ്റെ സ്നേഹനദി ഒഴുകുന്നതിന് സ്തോത്രം. മാറി നിൽക്കുന്നവരെല്ലാം ഈ ഒരൊറ്റ വെള്ളത്തിനടിയിൽ വരട്ടെ അപ്പച്ച. പരിശുദ്ധാത്മാവ് വെള്ളം പോലെ ഒന്ന് നിർഗളിക്കാൻ തുടങ്ങിയിട്ട് ആ വെള്ളത്തിൻ്റെ അടിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ശോഭയോടുകൂടെ വടക്കായിട്ട് നിൽക്കുന്നു, വെളിച്ചമായിട്ട് നിൽക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.